4 പതിറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ജിദ്ദയിലെത്തുന്നത്. 1982 ഇന്ദിരാഗാന്ധിയാണ് അവസാനമായി ജിദ്ദയിലെത്തിയിട്ടുള്ള പ്രധാനമന്ത്രി. നരേന്ദ്രമോദിയുടെ 3ാമത്തെ സൗദി സന്ദർശനമാണ് ഇന്ന് ആരംഭിക്കുന്നത്. ഇതിനു മുൻപ് 2016-ലും 2019-ലും പ്രധാനമന്ത്രി സൗദി അറേബ്യയിൽ എത്തിയിരുന്നു. 16-ലെത്തിയത് സൗദി അറേബ്യയുടെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള സിവിലിയൻ ബഹുമതി ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. ഏതായാലും ഇന്ന് ഇവിടെ എത്തുന്ന ജിദ്ദയിലെത്തുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹവുമായി റിറ്റ്സ് കാർട്ടൺ ഹോട്ടലിൽ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഏതാണ്ട് പല മേഖലകളിൽ നിന്നായി തെരഞ്ഞെടുത്ത പ്രതിനിധികളാണ് അവിടെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുക. അതിനുശേഷം പ്രധാനമന്ത്രി ഇന്ന് വൈകുന്നേരം സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായി ചർച്ച നടത്തും. മാത്രമല്ല ഇന്ത്യ സൗദി അറേബ്യ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് കൗൺസിൽ അതിൻ്റെ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറപ്പെടുന്നതിന് മുൻപ് തന്നെ ഡൽഹിയിൽ വെച്ച് വ്യക്തമാക്കുകയും ചെയ്തു. ഏറ്റവും പ്രധാനം ആ കൗൺസിലിൻ്റെ 2ാമത്തെ യോഗമാണ് ഇന്ന് നടക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം, ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതും അത്തരത്തിലുള്ള തീരുമാനങ്ങൾ യോഗത്തിലുണ്ടാകും. യാത്ര പുറപ്പെടും മുൻപ് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു, കഴിഞ്ഞ 1 പതിറ്റാണ്ടായി ഇന്ത്യ സൗദി അറേബ്യ ബന്ധം ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ ശക്തിപ്പെട്ടിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല ഊർജ്ജ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉണ്ടാകും. ഊർജ്ജ സഹകരണം ശക്തിപ്പെടുത്തും, പ്രതിരോധ മേഖലയിലെ സഹകരണം ശക്തിപ്പെടുത്തുകയും ഒക്കെ ചെയ്യും. നാളെയാണ് പ്രധാനമന്ത്രിയുടെ സൗദി അറേബ്യ സന്ദർശനം പൂർത്തിയാകുക.